രാജ്യത്ത് നോട്ട് പ്രതിസന്ധി തുടരുകയാണ്. എടിഎമ്മുകൾ ഇനിയും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകാത്തതിനാൽ ജനം വലയുന്നു. പകരം സംവിധാനം ഏർപ്പെടുത്താതെ നോട്ട് പിൻവലിച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വ്യാപാരികൾ സംസ്ഥാനത്ത് 15 മുതൽ കടകൾ അടച്ചിടും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സജേഷ്, പ്രശ്നം പരിഹരിക്കാൻ 3 ആഴ്ചയെങ്കിലും കുറഞ്ഞത് വേണ്ടിവരും എന്നാണ് മന്ത്രി ഇന്നലെ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയത്, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തിയത്. വിചാരിച്ചതിനും അപ്പുറത്തേക്ക് ദുരിതം നീളുന്ന ഒരു കാഴ്ചയാണ് ഈ 3 ദിവസവും കണ്ടത്. എന്താണ് ഇന്നത്തെ ഒരവസ്ഥ? അരുൺ, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനം. രാവിലെയും ATMകളിലൊന്നും പണമില്ല. രാവിലെ ATM പണം എടുക്കാൻ പോയവർക്ക് പണം കിട്ടിയിട്ടില്ല. ഇന്നലെ 2000 രൂപ പിൻവലിക്കാൻ സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പരമാവധി ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്ന തുക 10000 രൂപയാണ്. രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഒട്ടേറെ ആളുകൾ ആശുപത്രിയിലുണ്ട്. ഇവർക്ക് കൂടുതൽ പണം ആശുപത്രിയിലെ ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും എല്ലാം കൂടുതൽ പണം ആവശ്യമായി വരുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ പരമാവധി ഒരാഴ്ച കൊണ്ട് പിൻവലിക്കാൻ കഴിയുന്ന തുക 20000 രൂപ മാത്രമാണ്. ഇത് പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിപ്പിക്കുന്നു. ആർക്കും പണം കയ്യിലില്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. ഇന്നും ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും 10000 രൂപയാണ് ഒരു ദിവസം പരമാവധി ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുക. ATMകളിലും പണമില്ല. ചൊവ്വാഴ്ചയോടുകൂടി വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടുന്നതോടെ സാമ്പത്തിക രംഗം പൂർണ്ണമായും നിശ്ചലമാകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അരുൺ, സജേഷ്, ഈ വലിയ നോട്ടുകൾ പിൻവലിക്കാനാവുന്നുണ്ട് ഒരു പരിധി വരെ ചിലർക്കെങ്കിലും. എങ്കിലും ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയ നോട്ടുകൾ കിട്ടാത്ത ദുരിതമയമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അത് അനുഭവിച്ചവർക്ക് മാത്രമാണ് കൃത്യമായി അതിന്റെ ഡെപ്തിൽ ആ ബുദ്ധിമുട്ട് മനസ്സിലാവൂ. അങ്ങേയറ്റം ജനങ്ങൾ വലഞ്ഞൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. ജനങ്ങളുടെ ഒരു പൊതുവികാരം എന്താണ്? കാരണം ദിവസം ഇപ്പോൾ 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണല്ലോ. തീർച്ചയായും അരുൺ, ഇപ്പോഴും ബാങ്കുകളിൽ നിന്ന് പണം മാറ്റിയെടുക്കാൻ പോയാലും നമുക്ക് ലഭിക്കുന്നത് 2000-ന്റെ നോട്ടുകളാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ വേണം ചായ കുടിക്കാനും ഹോട്ടലില് ബില്ലടയ്ക്കാനും പോകാൻ. അവിടെ ചില്ലറയില്ലാത്ത അവസ്ഥ. ഹോട്ടലുകളെല്ലാം അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോട്ടലുകളെല്ലാം കാലിയാണ്. വ്യാപാര സ്ഥാപനങ്ങൾ കാലിയാണ്. വ്യാപാരം കൃത്യമായി നടക്കുന്നില്ല. ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ കൂടിയാണ് ചൊവ്വാഴ്ച മുതൽ കടകൾ അടച്ചിടാൻ വ്യാപാരികളും തീരുമാനിച്ചിട്ടുള്ളത്. അതോടുകൂടി വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തന്നെ വരും. നിലവിൽ ഒരാവശ്യത്തിനും സ്വന്തം കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിലേക്ക് സാധാരണക്കാർ എത്തിച്ചേരുന്നു. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലാണ് കാര്യങ്ങളെന്ന് വ്യാപാരികളും പറയുന്നു. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച മുതൽ കടയടയ്ക്കാനും തീരുമാനിച്ചിട്ടുള്ളത്. അരുൺ, MR സജേഷ് തിരുവനന്തപുരത്ത് നിന്ന്. കൊച്ചിയിൽ നിന്നും അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അലക്സ്, എന്താണ് കൊച്ചിയിലെ പൊതുവായ ഒരു അവസ്ഥ? കോഴിക്കോട് നിന്ന് മേഘ മാധവൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. അതിനുശേഷം മധ്യകേരളത്തിലെ സമഗ്രമായ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരും. മേഘ, എങ്ങനെയാണ് പൊതുവിൽ കോഴിക്കോടെ അവസ്ഥ? അരുൺ, 5-ാം ദിവസവും ജനങ്ങളുടെ യാതന തുടരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇന്നലെ തന്നെ കോഴിക്കോട്ട് തുറന്നു പ്രവർത്തിച്ച ATMകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ ചുരുക്കം മാത്രമാണ്. ATMൽ നിന്നും പണം നിറയ്ക്കുന്നു, പെട്ടെന്ന് തന്നെ കാലിയാകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരു ATMും ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നില്ല. എല്ലാ ATMകളും ഷട്ടറിട്ട് പൂട്ടിയ നിലയിലുമാണ് കാണപ്പെടുന്നത്. ഏകദേശം 10 മണി കഴിയുമ്പോഴേക്കെങ്കിലും അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴെങ്കിലും പണം ATMൽ ലഭ്യമാവുമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ. ബാങ്കിന്റെ അവസ്ഥ, ബാങ്കും പോസ്റ്റ് ഓഫീസും ഇന്ന് 4 മണിവരെ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്ന ചെറിയൊരു ആശ്വാസം ജനങ്ങൾക്കുണ്ട്. പക്ഷേ ബാങ്കിൽ നിന്ന് ഒരാൾക്ക് 4000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. 2000-ന്റെ 2 നോട്ടുകളായിട്ടായിരിക്കും ലഭിക്കുക. അത് പുറത്തു കൊണ്ടുപോയി ചില്ലറയാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ ജനം വളരെ ദുരിതത്തിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഇന്ന് 4 മണിവരെ ബാങ്ക് പ്രവർത്തിക്കും, പോസ്റ്റ് ഓഫീസും പ്രവർത്തിക്കുമെന്ന ആശ്വാസം ഉണ്ടെങ്കിൽ കൂടി ആ ഒരു എങ്ങനെയാണ് ചില്ലറ ലഭിക്കാതെ 2000 നോട്ട് കൊണ്ട് തന്റെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക എന്ന ആശങ്കയിൽ കൂടെയാണ് ജനങ്ങൾ. ATMൽ നിന്നും 100-ന്റെയും 50-ന്റെയും നോട്ടുകൾ ലഭിക്കും എന്ന മറുവശത്ത് ഉള്ളപ്പോൾ ATM പോലും ഷട്ടറിട്ട് പൂട്ടിയ നിലയിൽ കൂടിയാണ് കാണപ്പെടുന്നത്. പക്ഷെ ഉച്ചയാവുമ്പോഴേക്കെങ്കിലും ATMൽ പണം ലഭ്യമാകും എന്ന കാത്തിരിപ്പിൽ കൂടെയാണ് ആളുകൾ. അരുൺ, മേഘ മാധവൻ കോഴിക്കോട് നിന്ന്. കൊച്ചിയിൽ നിന്ന് അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അലക്സ്, ഈ 100 രൂപ നോട്ടുകളുടെ ഒരു പൊതുവിലുള്ള ക്രയവിക്രയം അത് എങ്ങനെയാണ്? വലിയ ദാരിദ്ര്യത്തിലാണോ, വലിയ ദൗർലഭ്യത്തിലാണോ ഈ 5-ാം ദിവസവും കൊച്ചിയിൽ? അരുൺ, തീർച്ചയായും ഈ പറഞ്ഞ സാമ്പത്തിക പരിഷ്കരണം ഏർപ്പെടുത്തി 5 ദിവസം പിന്നിടുമ്പോഴും
അല്ലെങ്കിൽ ATM നിന്ന് കാശ് ലഭിച്ചും എന്ന് തുടങ്ങുന്ന ദിവസങ്ങൾ ഇന്നും മൂന്നാകുമ്പോഴും അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കറൻസികളുടെ ദൗർലഭ്യം കൊച്ചിയെ ആകെ വലിച്ചിട്ടുണ്ടെന്ന് പറയാം. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ സകല മേഖലയിൽ ഈ കറൻസി വിഷയം ബാധിച്ചു എന്ന് പറയാം. ഇന്ന് ബാങ്കുകൾ നേരത്തെ പതിവ് പോലെ പറഞ്ഞതുപോലെ ശനിയും ഞായറും ബാങ്കുകൾ പ്രവർത്തിക്കും. ഇന്ന് രാവിലെ 10 മുതൽ 4 മണി വരെ ബാങ്കുകൾ പ്രവർത്തിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലേക്ക് സമീപമുള്ള ഒരു SPT ശാഖയുടെ മുന്നിലാണ്. പക്ഷെ അവിടെ ATM തുറന്നിട്ടില്ല, ബാങ്ക് തുറന്നിട്ടില്ല. 10 മണി ആകുന്നതേ ഉള്ളൂ. പക്ഷേ ATM പോലും തുറന്നിട്ടില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ഇന്നലെ അടക്കമുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക അല്ലെങ്കിൽ കറൻസികളുടെ പ്രതിസന്ധി ഇന്നും രൂക്ഷമാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കേന്ദ്ര ധനമന്ത്രിയുടെ പ്രഖ്യാപനം ഇന്നലെ വന്നു കഴിഞ്ഞു. അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തുടനീളം ATMകൾ പഴയതുപോലെ പ്രവർത്തന സജ്ജമാകാൻ 3 ആഴ്ചയെങ്കിലും വേണ്ടിവരുമെന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ നമുക്ക് മറ്റൊന്നും അല്ലെങ്കിൽ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം 100-ന്റെയും 50-ന്റെയും കറൻസികളാണ് നിലവിൽ ATMകളിൽ നിന്ന് ലഭ്യമാകുക. ഇതിൽ തന്നെ ചില ബാങ്കുകളിൽ 50-ന്റെ നോട്ടുകൾ ലഭ്യമാകാനുള്ള സാങ്കേതിക വിദ്യ ചില ATMകളിലില്ല. ചില ATMകൾ 100-ന്റേത് മാത്രമേ ലഭ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ 100-ന്റെ കറൻസികൾക്ക് ക്ഷാമം കൃത്യമായി അനുഭവപ്പെടുന്നുണ്ട്. ഇത് കൊച്ചിയിലെ തന്നെ ഒരു വ്യാപാര മേഖലയായ വാണിജ്യ മേഖലയെ കൊച്ചിയെ ആകമാനം ബാധിച്ചിട്ടുണ്ട്. ഇന്ന് പൊതുവിൽ ഞായറാഴ്ച കടകൾ അവധിയാണെങ്കിൽ പോലും ഇന്നലെയും മെനിഞ്ഞാന്നും അടക്കം കൊച്ചിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. മാളുകളിൽ തിരക്ക് കുറവുണ്ട്. അതുപോലെ ഇന്നലെ വന്ന പ്രധാനപ്പെട്ട വാർത്തയടക്കം കൊച്ചി അങ്ങനെ തന്നെ ശ്രമിക്കുന്നുണ്ട്. കാരണം ചൊവ്വാഴ്ച മുതൽ കടകളടച്ചിടാൻ ഈ പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ചൊവ്വാഴ്ച തന്നെ കടകളടച്ചിട്ട് സമരം ചെയ്യാൻ വ്യാപാരി വ്യവസായി സമൂഹം തയ്യാറാകുന്നു. അതുപോലെ നാളെ മുതൽ തിങ്കളാഴ്ച മുതൽ ബോട്ടുകൾ ഇറക്കേണ്ടതില്ല എന്ന് ബോട്ടുടമകൾ തീരുമാനിക്കുന്നു. ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷനും ഹോട്ടലുകൾ അടച്ചിട്ട് ക്കേണ്ടി വരും അല്ലെങ്കിൽ ഹോട്ടലുകൾ അടച്ചിടേണ്ട അവസ്ഥ വരുമെന്ന് അവരും വ്യക്തമാക്കി കഴിഞ്ഞു. അത്തരത്തിൽ വ്യാപാര മേഖലയെ പൂർണ്ണമായി സ്തംഭിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയം മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ATMകളുടെ മുന്നിൽ ഇതുവരെ വലിയ ക്യൂ നമ്മൾ നിൽക്കുന്ന ഈ സമീപ പ്രദേശങ്ങളിലെ ATMകൾക്ക് മുമ്പിൽ വലിയ ക്യൂ അനുഭവപ്പെടത്തില്ല. കാരണം ജനങ്ങൾ അതിൽ യൂസ്ഡായി ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ATMകൾക്ക് പോയി നിന്ന് ATMകൾക്ക് മുന്നിൽ പോയി നിന്നിട്ടും കാര്യമില്ല. കാരണം അവിടെ നിന്ന് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് ലഭിക്കുന്നത് 2000 രൂപയുടെ കറൻസികളാണ്. ആ 2000 രൂപയുടെ കറൻസികൾ കൊണ്ട് മറ്റ് സ്ഥാപനങ്ങളിൽ സമീപിക്കാനാകാത്ത അവസ്ഥ കൊച്ചിയിലുമുണ്ട്. കാരണം ചില്ലറയില്ല, ചേഞ്ച് ഒരിടത്തുനിന്നും ലഭ്യമല്ല. പ്രത്യേകിച്ച് 100-ന്റെ 50-ന്റെ നോട്ടുകൾ അത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. RBI തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നയം വരുന്നതിന് മുമ്പ് RBIയുടെ കൈവശം ഉണ്ടായിരുന്ന ഈ കറൻസികൾ പ്രത്യേകിച്ച് 100-ന്റെയും 50-ന്റെയും കറൻസികൾ തീർന്നു പോയിരിക്കുന്നു. ഇനി അത് പുതുതായി വരണം. അതിന് സമയമെടുക്കും. അത് ധനമന്ത്രി വ്യക്തമാക്കിയതുപോലെ ധനമന്ത്രി 3 ആഴ്ചയാണ് വ്യക്തമാക്കിയെങ്കിൽ ഈ പണവിനിമയം കൃത്യമാകാൻ സുഗമമാകാൻ മാസങ്ങളെടുക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അലക്സ് റാം മുഹമ്മദ് കൊച്ചിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നോട്ടുകൾ അസാധുവാക്കാനുള്ള തീരുമാനത്തിനെതിരെ ആഞ്ഞടിച്ച പ്രമുഖ എഴുത്തുകാരൻ ചേതൻ ഭഗവത് മോദിയുടെ തീരുമാനം തെറ്റായിരുന്നുവെന്നും ഒരു മുൻകരുതലുമില്ലാതെയാണ് ഈ തീരുമാനം നടപ്പിലാക്കിയതെന്നും ചേതൻ ഭഗത് ട്വിറ്ററിലൂടെ വിമർശിക്കുന്നു. ഒട്ടും ഗുണകരമല്ലാത്ത രീതിയിൽ തീരുമാനം നടപ്പിലാക്കിയിട്ട് അതിനെ മറികടക്കാൻ ദേശീയത എന്ന വികാരത്തെ ഉപയോഗപ്പെടുത്തരുത്. തെറ്റായ തീരുമാനത്താൽ ഉണ്ടായ പ്രശ്നം ദേശ താൽപര്യത്തിന് വേണ്ടിയാണെന്ന് പറയരുത് എന്നും ട്വീറ്റിലൂടെ ചേതൻ ഭഗത് ആവശ്യപ്പെടുന്നു. അപൂർവ രോഗം ബാധിച്ച കുഞ്ഞിന്റെ നിർധന കുടുംബത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാർ സഹായം വാഗ്ദാനം ചെയ്ത് പറ്റിച്ചിട്ട് 2 വർഷം പിന്നിടുന്നു. എറണാകുളം കങ്ങരപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ലൈബിനും കുടുംബവുമാണ് വഞ്ചിക്കപ്പെട്ടത്. ഓട്ടോ ഡ്രൈവറായ ലൈബിന് വീടും ഭൂമിയും ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങളാണ് സുതാര്യ കേരളം പരിപാടിയിൽ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രഖ്യാപനങ്ങൾ ഇന്നും കടലാസിൽ ഒതുങ്ങുകയാണ്. സുതാര്യ കേരളം തുണച്ചു. ലൈബിനും കുടുംബത്തിനും പ്രതീക്ഷകളുടെ പുതുവർഷമെന്നാണ് 2 വർഷം മുൻപ് ജനുവരി 2-ന് ഇറങ്ങിയ ഒരു പത്രത്തിൽ വാർത്ത വന്നത്. ലൈബിന്റെ പരാതി പരിഗണിച്ച അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സുതാര്യ കേരളം പരിപാടിയിൽ വെച്ച് പ്രഖ്യാപിച്ച വാഗ്ദാന പെരുമഴ സംബന്ധിച്ചായിരുന്നു വാർത്ത. ദേഹമാസകലം തൊലി പൊളിഞ്ഞു പോവുകയും ജന്മനാ കൺപോളകൾ നഷ്ടമായതിനെ തുടർന്ന് ഉറങ്ങാനാവാത്ത അപൂർവ അസുഖം ബാധിച്ച ലൈബിന്റെ 1.5 വയസ്സുകാരി മകൾ ലൈവിതയുടെ അവസ്ഥ കണ്ടായിരുന്നു പ്രഖ്യാപനങ്ങൾ. എറണാകുളം കങ്ങരപ്പടിക്കടുത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന ലൈബിന്റെ കുടുംബത്തിന് ജില്ലയിൽ തന്നെ 3 സെന്റ് സ്ഥലം, വീട്, വീട്ടിൽ ഒരു മുറി ശീതീകരിക്കുക, കുഞ്ഞിനും അമ്മയ്ക്കും പെൻഷൻ, വാടകയ്ക്ക് ഓട്ടോ ഓടിക്കുന്ന ലൈബിന് സ്വന്തമായി ഓട്ടോ തുടങ്ങിയവയായിരുന്നു വാഗ്ദാനങ്ങൾ. എന്നാൽ പിന്നെന്തുണ്ടായി എന്ന് ലൈബിൻ തന്നെ പറയും. കളക്ടറേറ്റ് കയറി ഇറങ്ങുമ്പോഴൊക്കെ അവർ പറയണത് ഇപ്പോൾ ശരിയാക്കി തരാം, പിന്നെ ആ സ്ഥലം സ്മാർട്ട് സിറ്റി എടുത്തു പോയി എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ വേറെ ആൾക്കാർ വീട് വെക്കുന്നുണ്ട്. സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പറ്റുന്നതേ ചെയ്യാൻ പാടുള്ളൂ. ലൈവിതയ്ക്കിപ്പോൾ പ്രായം 3.5 വയസ്സ്. അസുഖത്തിന് ഒരു കുറവുമില്ല. സർക്കാർ സഹായം തന്നെയാണ് ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു പറ്റിച്ചവരുടെ കൂട്ടത്തിൽ ലൈബിൻ്റെ കുടുംബവും ഉൾപ്പെടുന്നു. ഈ ലൈവിതയ്ക്കായി നിരവധി വാഗ്ദാനങ്ങളാണ് മുൻ സർക്കാർ വാഗ്ദാനം ചെയ്തതെങ്കിലും അതെല്ലാം കടലാസിൽ മാത്രമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. കങ്ങരപ്പടിയിലെ ലൈബിൻ്റെ വീട്ടിൽ നിന്നും
ക്യാമറാമാൻ മനോജ് ചങ്ങനാശ്ശേരിക്കൊപ്പം KM ഉമേഷ്. ഇപ്പോൾ ലൈബിൻ തന്നെ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ലൈബിൻ, എന്തായിരുന്നു വാഗ്ദാനം? ഒടുവിൽ എന്താണ് സംഭവിച്ചത്? വാഗ്ദാനം എന്ന് പറഞ്ഞാൽ സുതാര്യ കേരളം ആൾക്കാരാണ് വന്ന് വീട്ടിൽ വന്ന് വീഡിയോ കോൺഫറൻസ് ആണ് ഉണ്ടായത്. വീഡിയോ കോൺഫറൻസിൽ ഉമ്മൻചാണ്ടി ഡയറക്റ്റ് എന്നെ വിളിച്ച് ഫോണിലൂടെ സംസാരിക്കുകയാണ് ചെയ്തത്. സംസാരിച്ചിട്ട് സാറിനോട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഷെയ്ഖ് പരി സാറ് കളക്ടർ, നമ്മുടെ കാക്കനാട് കളക്ടർ വന്നു, വീട്ടിൽ വന്നു, കണ്ടു, സംസാരിച്ച് എന്നോട് പറഞ്ഞു എന്താ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നും പറഞ്ഞാണ് അവർ പോയത്. പിറ്റേ ദിവസം സുതാര്യ കേരളത്തിന്റെ മാതൃഭൂമി ന്യൂസ് ചാനലിൽ, ന്യൂസ് പേപ്പറിൽ നല്ലൊരു വാർത്തയാണ് വന്നത്. ചില വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ മൊത്തമായിട്ടും കുട്ടിക്ക് ചികിത്സാ സഹായം, പിന്നെ അമ്മയ്ക്ക് പെൻഷൻ, കുട്ടിക്ക് പെൻഷൻ, എനിക്കൊരു ഓട്ടോറിക്ഷ, പിന്നെ 3 സെന്റ് സ്ഥലം, വീട്, AC റൂം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വാഗ്ദാനമാണ് ചെയ്തതും പത്രത്തിൽ വരികയും ചെയ്തത്. അതിനുശേഷം ഞാൻ കളക്ടറേറ്റിൽ കയറി ഇറങ്ങുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. കളക്ടറേറ്റില്, വില്ലേജില്, പിന്നെ കണയന്നൂർ താലൂക്ക് ഓഫീസറാണ് ജോസഫ് സാറ്. ജോസഫ് സാറിനെ പോയി കണ്ടിരുന്നു. സാറ് പറഞ്ഞു വെച്ചാല് അവിടെ ഇങ്ങനെ ഒരു കോർണർ പോലെ കിടക്കുന്ന സ്ഥലമാണ്, വീട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ വേറെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് കൊണ്ടേ കാണിച്ചു തന്നു. കാണിച്ചു തന്നതിന് ശേഷവും അത് ഏതായാലും കിട്ടിയാൽ മതി എന്നുള്ളൊരു വീടിന്റെ വാടക, കുഞ്ഞിന്റെ ചെലവ് എല്ലാം കൂടി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഏതെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കേട്ട് പോയത്. എന്നിട്ട് പോയി കഴിഞ്ഞിട്ട് ഇതുവരെയും അതിനൊരു ഒരു വിധത്തിലുള്ള പേപ്പറുകളോ കാര്യങ്ങളോ ഒന്നും നീങ്ങിയിട്ടില്ല. പിന്നീട് ചെന്ന് അന്വേഷിക്കുമ്പോൾ ആ സ്ഥലത്ത് വേറെ ആൾക്കാർ വീട് വെച്ചിട്ടുണ്ട്, നല്ലൊരു രീതിക്കുള്ളൊരു വീടുണ്ട്. അതിന്റെ മുന്നിൽ പുറമ്പോക്ക് സ്ഥലത്ത് വില്ലയുടെ ഭാഗമാണ് ഈ പുറമ്പോക്ക്. ആ ഭാഗത്താണ് വീട് വെച്ചിരിക്കുന്നത്. അത് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് ചെയ്തത്. ചോദിക്കുമ്പോൾ സ്മാർട്ട് സിറ്റി എടുത്തുപോയി എന്നാണ് പറയുന്നത്. സ്മാർട്ട് സിറ്റി എടുത്തുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ അന്വേഷിച്ചു. എന്നെ ഇവിടുത്തെ INDCയിലെ ആൾക്കാരുണ്ട്, അവരൊക്കെ കൂടി, അഷ്കർ എന്ന പുള്ളി, അവരൊക്കെ കൂടി ഇറങ്ങിയായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തിരുന്നു. എല്ലാവരും പേപ്പറുകൾ നോക്കിയിരിക്കും, ആർക്കും ഇതുവരെ ഒരു നടപടിയൊന്നും കിട്ടിയിട്ടില്ല. വേറെയുള്ള ചാനലുകാർ വന്ന് എടുത്തിട്ട് പോയി, പക്ഷെ ആരും ഒന്നും ചാനലിൽ ഇട്ടിട്ടുമില്ല. ഒരാൾ പത്രത്തിലിട്ടിരുന്നു, മാതൃഭൂമി ന്യൂസിൽ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം 5-ാം തീയതി പത്രത്തിൽ കൊടുത്തിരുന്നു. പക്ഷെ എന്നിട്ടും ഒരാളും ഒരു അനക്കമില്ല, ഒന്നുമില്ല, ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ലെന്നുള്ള. അപ്പൊ അങ്ങനത്തെ ഈ പത്രവാർത്തകളൊക്കെ വന്നത് നിങ്ങൾക്ക് സഹായം ലഭിച്ചു എന്ന മട്ടിലാണ്, തരത്തിലാണല്ലേ? സഹായം ലഭിച്ചു എന്ന തരത്തിലാണ്. സഹായം ലഭിച്ചു. രണ്ടാമത് അതിനുശേഷം CM-നെ നേരിട്ട് പോയി ഗസ്റ്റ് ഹൗസിൽ പോയി കണ്ടു. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. സാറ് ഡയറക്റ്റ് എഴുതി ഒപ്പിട്ട് തന്ന പേപ്പർ വരെ കയ്യിലിരിക്കുന്നുണ്ട്. സാറ് പറഞ്ഞത് കളക്ടർ ഉണ്ടായിരുന്നു, കളക്ടർക്ക് നേരിട്ട് വിളിച്ചു, സുതാര്യ കേരളത്തിൽ എല്ലാവരും വിളിച്ചു ഡയറക്റ്റ് നിർത്തി. CM അവരെ മുന്നിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നു. എന്നിട്ടും അവർ ചെന്ന് കയറി കഴിഞ്ഞാൽ ഒരു നടപടിയാകുന്നില്ല. കളക്ടർ മാറുന്നു, ഓഫീസർമാർ മാറുന്നു, ചെല്ലുന്ന ആൾക്കാർ പുതിയ ആൾക്കാരാ ചെന്ന് കഴിഞ്ഞാൽ സംസാരിക്കുന്നത്. അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല. ഒരു ഫയൽ നമ്പർ, 2 ഫയൽ നമ്പറാണ് ഇപ്പൊ ഉള്ളത്. പഴയ ഫയൽ നമ്പറുണ്ട്, പുതിയ ഫയൽ നമ്പറുണ്ട്. ഈ 2 നമ്പറിലും പുതിയ ഫയൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിന്റെ ഡീറ്റെയിൽ ആണെങ്കിൽ ആരും ഒന്നും തരുന്നില്ല. കഴിഞ്ഞ ദിവസവും കൂടി കളക്ടറേറ്റിൽ പോയിരുന്നിട്ട് ആരെയും കാണാൻ പറ്റിയില്ല. അവിടുത്തെ ഒരു ഗൺമാൻ ഉണ്ടായിരുന്നു, കണ്ടിരുന്ന് സംസാരിച്ചിരുന്നു. സാറും പറഞ്ഞു പോയിക്കോ, ഇത് നമുക്ക് എന്താ വെച്ചാൽ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കേട്ടിട്ട് പോകുന്നതാണ്. അതിനുശേഷവും യാതൊരുവിധ നടപടികളും ഒന്നും ചെയ്യുന്നില്ല ഇവര്. ഇതിപ്പോ എത്ര നാളായിട്ടുണ്ട്? ഇതിപ്പോ 2 വർഷത്തിന് മേലെ. 2014-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും എന്റെ വീട്ടിൽ ഒന്ന് 2015 CM-നെ പോയി നേരിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഉറപ്പിച്ചു പോകുന്നതാ. പക്ഷെ എന്നിട്ടും ഒരു നടപടി ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്ന് അറിയില്ല. ഈ അവിടുത്തെ തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവുമായിട്ടൊക്കെ താങ്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഇതുമായി ബന്ധപ്പെട്ട്? എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. എല്ലാവരും ഇതിന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിലും ആർക്കും ഇത് ആരാ എന്താ ചെയ്തേക്കുന്നെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആർക്കും. ഇത് യഥാർത്ഥ ശരിക്കും ഒരു കബളിപ്പിക്കലായിരുന്നു ഇത്? ഇതൊരു കബളിപ്പിക്കലായിരുന്നു. പറഞ്ഞ് നമുക്ക് അതിൻ്റെതായ രേഖകളും കാര്യങ്ങളും എല്ലാം ഞാൻ ചാനലുകാർക്ക് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ പേപ്പറുകളും, എനിക്ക് കിട്ടിയിട്ടുള്ള പേപ്പറുകളും, കളക്ടറേറ്റിൽ നിന്ന് പാസ്സായതും അവിടെ നിന്ന് കിട്ടിയ ഫയൽസും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൽ കറക്റ്റ് വൃത്തിയായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇത്ര സ്ഥലത്ത് ഈ പ്ലോട്ടിൽ ലൈബിന് പതിച്ചു നൽകുവാൻ വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ, രേഖകൾ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ പേപ്പർ ഫയൽസ് എല്ലാം വന്നതിന് ശേഷം രണ്ടാമതൊരു സ്ഥലത്തിന്റെ പിന്നിൽ പോയതെന്ന് അറിയില്ല. ഈ കുഞ്ഞിന്റെ മോളുടെ അവസ്ഥ എങ്ങനെയാണ് നിലവിൽ? മോളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെമീന ഹബീബ് എന്ന് പറഞ്ഞ പറൂർ മാഞ്ഞാലിയിലെ ഒരു ഡോക്ടറാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ആ ഡോക്ടർ പറഞ്ഞത് കൺട്രോൾ ചെയ്ത് നിർത്താമെന്ന് പറഞ്ഞു രോഗം.
ഈ കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ലൊരു പൈസയാണ് വരുന്നത്. 20,000 രൂപ എടുത്തെങ്കിലും മാസം നമുക്ക് ചെലവ് വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള ബുദ്ധിമുട്ടും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഇത് ഗവൺമെന്റ് ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ള വാഗ്ദാനങ്ങളൊന്നും കിട്ടാണ്ടായത്. വാഗ്ദാനങ്ങൾ ജനങ്ങൾ സഹായിക്കുന്ന സഹായം കൂടി ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് കടലാസിൽ സഹായമുണ്ട്, ഫലത്തിൽ ഒരു 5 പൈസയുടെ സഹായം കിട്ടുന്നില്ല. ഇല്ല എന്താണ് സാറ് ഒരിക്കലും അന്ന് CM-നെ ഡയറക്റ്റ് കണ്ടപ്പോൾ സാറ് ഒരു 1,00,000 രൂപ എനിക്ക് പാസ്സാക്കി തന്നിരുന്നു. അതായത് എന്റെ വണ്ടിയുടെ CC ഒക്കെ ക്ലോസ് ചെയ്ത് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തു എന്നാണ്. ആ കളക്ടർ CM ഡയറക്റ്റ് അന്നാണ് ഈ പേപ്പറുകളും ഫയലും അതൊക്കെ ഞാൻ ചാനലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. CM ഡയറക്റ്റ് എഴുതി ഒപ്പിട്ടിരുന്ന പേപ്പർ വരെ അതാണ് ചെയ്തിരിക്കുന്നത്. ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. അപൂർവ രോഗം ബാധിച്ച കുഞ്ഞിന്റെ നിർധന കുടുംബത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാർ സഹായം വാഗ്ദാനം ചെയ്ത് പറ്റിച്ചിട്ട് 2 വർഷം പിന്നിടുന്നു. എറണാകുളം കങ്ങരപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ലൈബിനും കുടുംബവുമാണ് വഞ്ചിക്കപ്പെട്ടത്. ക്രിസ്ത്യൻ മിഷനറിമാരുടെ കൂടി പ്രവർത്തനത്തിന്റെ ഫലമാണ് വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ കേരളം കൈവരിച്ച മികച്ച നേട്ടങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണക്കാരന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് സഭയുടെ കൂടെ പിന്തുണ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. KCBC കാരുണ്യവർഷ സമാപനവും CMS കോളേജ് 200ാം വാർഷിക ആഘോഷവും കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വിദ്യാഭ്യാസം സാധാരണക്കാരനിൽ എത്തിക്കുന്നതിനും ആധുനികമായി സമൂഹത്തെ പരിഷ്കരിക്കുന്നതിലും CSI സഭ വലിയ പങ്ക് വഹിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. CSI സഭയുടെ മിഷണറി ആഗമനത്തിന്റെയും CMS കോളേജ് സ്ഥാപിച്ചതിന്റെയും 200ാം വാർഷികാഘോഷം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സമത്വം എന്ന ആശയം അത് മുന്നോട്ട് വെച്ചു. അങ്ങനെ മിഷണറി സമൂഹം പ്രവർത്തിച്ചതിന്റെ കൂടി ഫലമാണ് ഇന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക ഔന്നത്യം എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. പാവപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ വിവിധ പരിപാടികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ഇതിന് സഭാ നേതൃത്വത്തിന്റെയും വിശ്വാസികളുടെയും പൂർണ്ണ പിന്തുണ ആവശ്യമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. KCBC കാരുണ്യവർഷ സമാപനം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നമ്മുടെ നാടിന്റെ ഭാവിക്ക് വേണ്ടിയാണ്, വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ ആകെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം. MP-മാരും MLA-മാരും ജനപ്രതിനിധികളും വിവിധ സഭാമേധാവികളും ബിഷപ്പുമാരും ആയിരക്കണക്കിന് വിശ്വാസികളും പരിപാടികളിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊതുമേഖലാ സ്ഥാപനമായ ബെമിലിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പൊതുമേഖലാ സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് ജീവനക്കാരും തൊഴിലാളികളും പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. പ്രതിരോധ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം സ്വീകരിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിന്റെ മറവിലാണ് ബെമൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ രംഗത്തെ മിനി രത്ന കമ്പനിയായ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിന്റെ 54% ഓഹരിയിൽ 26% വിറ്റഴിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. സൈന്യത്തിനാവശ്യമായ ട്രക്കുകൾ, റോക്കറ്റ് വഹിച്ചു പോകുന്ന വാഹനങ്ങൾ, മെട്രോ റെയിൽ കോച്ച് എന്നിവയാണ് പാലക്കാട് കഞ്ചിക്കോട്ടുള്ള ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ സ്വകാര്യവൽക്കരണം രാജ്യസുരക്ഷയെ തന്നെ അപകടത്തിൽപ്പെടുത്തുന്നുവെന്ന് ബെമൽ എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി S. ഗിരീഷ് പറഞ്ഞു. ഈ കമ്പനി സ്വകാര്യവൽക്കരിക്കുന്നതോടെ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കും. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ പട്ടാളക്കാരുടെ നൽകുന്ന ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയിലും പോരായ്മ ഇത് രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്നാണ് യൂണിയന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം 55 കോടിയോളം BML ലാഭത്തിലായിരുന്നു. സ്വകാര്യവൽക്കരിക്കുന്നതോടെ രാജ്യത്തിന് കിട്ടുന്ന സമ്പത്ത്, രാജ്യത്തിന്റെ ഗവൺമെന്റ് കിട്ടുന്ന ഫണ്ടാണ് ഈ സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുപോകുന്നത്. ബെമലിന്റെ കഞ്ചിക്കോട് ഫാക്ടറിയിൽ 500-ലധികം പേരും രാജ്യത്താകെയുള്ള ഫാക്ടറികളിൽ 15,000 ജീവനക്കാരും ജോലി ചെയ്തു വരുന്നുണ്ട്. ജനപ്രതിനിധികളടങ്ങുന്ന പൊതുമേഖലാ സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ബെമൽ ജീവനക്കാർ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.